യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ. രാജ്യത്തുടനീളം 200-ലധികം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശനിയാഴ്ച രാത്രി റഷ്യ രൂക്ഷമായ വ്യോമാക്രമണം നടത്തി. യുക്രൈനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് മുതലെടുത്താണ് റഷ്യൻ സേനയുടെ ഈ ആക്രമണം. കിഴക്കൻ യൂറോപ്പിലെ നാറ്റോ അംഗരാജ്യങ്ങളെ കീഴടക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായി US രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് റഷ്യൻ ആക്രമണം ശക്തമായിരിക്കുന്നത്. തുറമുഖ നഗരമായ ഒഡേസയിലാണ് റഷ്യൻ ആക്രമണം ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒഡേസയിലെ പ്രമുഖ കായിക സ്റ്റേഡിയമായ ചോർണോമോറൈറ്റ്സ് സ്റ്റേഡിയത്തിനും കനത്ത നാശനഷ്ടം സംഭവിച്ചു. നഗരത്തിലെ തുറമുഖവും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കെതിരെയാണ് റഷ്യ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് എന്ന് ആക്രമണത്തിന് ശേഷം സെലൻസ്കി പ്രതികരിക്കുകയും ചെയ്തു. യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കീവിലെ ഒരു ബഹുനില അപ്പാർട്ട്മെന്റിന് നേരെയും റഷ്യൻ മിസൈൽ ആക്രമണമുണ്ടായി. 10 നില കെട്ടിടത്തിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 37 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. റഷ്യൻ ആക്രമണത്തിന് മറുപടിയായി യുക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യൻ അതിർത്തി മേഖലയായ ബെൽഗോറോഡിൽ 5 പേർ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ബാൾട്ടിക് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് പുടിൻ അടുത്ത നീക്കത്തിനൊരുങ്ങുകയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. നാറ്റോ സഖ്യത്തിന്റെ പ്രതിരോധ കരാറായ ആർട്ടിക്കിൾ 5ന്റെ കരുത്ത് പരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാകും റഷ്യ ബാൾട്ടിക് രാജ്യങ്ങളിൽ സൈബർ ആക്രമണമോ ചെറു പ്രാദേശിക കടന്നുകയറ്റമോ നടത്തുമോ എന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യുക്രൈനിലെ ഊർജ സംഭരണ കേന്ദ്രങ്ങളെയും ഇ-കൊമേഴ്സ് വെയർഹൌസുകളെയും പെട്രോൾ പമ്പുകളെയും ലക്ഷ്യമിട്ട് റഷ്യൻ സേന ആക്രമണം ശക്തമാക്കിയിരുന്നത്. റഷ്യൻ ആക്രമണത്തിൽ ഒഡേസ നഗരത്തിലെ ഭൂരിഭാഗം മേഖലകളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. പരിക്കേൽക്കുന്ന സിവിലിയന്മാരുടെയും കുട്ടികളുടെയും എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 4 വർഷമായി തുടരുന്ന യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് മാർപ്പാപ്പ വത്തിക്കാനിൽ വീണ്ടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് റഷ്യ. 200-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് കഴിഞ്ഞ ദിവസം രാത്രി റഷ്യ ഉപയോഗിച്ചിരിക്കുന്നത്. യുക്രൈനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവ് മുതലെടുത്താണ് ഇത്തരത്തിൽ റഷ്യ ഈ ഒരു നീക്കത്തിലേക്ക് കടന്നത്. നാറ്റോ അംഗരാജ്യങ്ങളെ കീഴടക്കാൻ റഷ്യ പദ്ധതിയിടുന്നതായി US രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് റഷ്യൻ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കീവിലെ ഒരു ബഹുനില അപ്പാർട്ട്മെന്റിന് നേരെയും റഷ്യൻ മിസൈൽ ആക്രമണമുണ്ടായി. 10 നില കെട്ടിടത്തിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 37 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു.